ലംബോർഗിനി പോലെയുള്ള അത്യാഡംബര സൂപ്പർ കാറുകൾ നമ്മളിൽ പലരുടെയും സ്വപ്നമായിരിക്കും. എന്നാൽ സാമ്പത്തിക സ്ഥിതി കാരണം നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിനും അത്തരം വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയില്ല. എന്നാൽ ചിലർക്ക് അവരുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ. അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് അങ്ങനെ ഒരാൾ സ്വന്തമായി ഒരു ലംബോർഗിനി ഉണ്ടാക്കി. അതെ, ആലപ്പുഴയിൽ ഉണ്ടാക്കിയ ലംബോർഗിനി. 4 വർഷം ആരോമൽ എന്ന യുവാവ് തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പാഞ്ഞപ്പോൾ സാധ്യമായത് സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു ലംബോർഗിനി. നമുക്ക് മുന്നിൽ കാണുന്ന ഈ ലംബോർഗിനി ഉണ്ടാക്കിയ ആരോമലാണ് ഇന്ന് മനോരമ ഓൺലൈൻ ഫാസ്റ്റ് ട്രാക്കിനൊപ്പം ചേരുന്നത്. ആരോമൽ ഒരു ബിടെക് വിദ്യാർത്ഥിയായിരുന്നു, ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞതുള്ളൂ അല്ലേ? ആരോമൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ വാക്കിൽ അവിശ്വസനീയം, അൺബിലീവബിൾ എന്ന് പറയാൻ സാധിക്കുള്ളൂ. എങ്ങനെ സാധ്യമാക്കി ഈ ലംബോർഗിനി? ലംബോർഗിനി എന്ന് വെച്ചാൽ ചെറുപ്പം മുതലുള്ള ഡ്രീമായിരുന്നു ലംബോർഗിനി എന്നുള്ളത്. അപ്പം പണ്ട് മുതലേ ചെറിയ ചെറിയ മിനിയേച്ചർ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ ചോദിച്ചെന്നാൽ പിന്നെ ഒരു ഒറിജിനൽ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്തൊരു ജീപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തപ്പോൾ നമ്മൾ കുറേ പേരെ കൺസൾട്ട് ചെയ്ത്, ഒരു മെക്കാനിക്കിനെ, ഒരു വെൽഡറെ. അപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ നടക്കത്തില്ല, അങ്ങനെ നമുക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ബിടെക് കയറിയതെല്ലാം ഉള്ളു, തിയറിയും പ്രാക്ടിക്കലും ഒന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എഞ്ചിനെല്ലാം തിരിച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞ് തിരിച്ചെടുക്കത്തില്ല, നമുക്ക് വേണമെങ്കിൽ ആക്രി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ജീപ്പായതുകൊണ്ട് ജീപ്പ് ചെയ്തു. ഈ പറഞ്ഞ മുമ്പിൽ എല്ലാം ഓടിച്ച് കാണിച്ച് അവിടുന്ന് പിന്നെ ഈ ലംബോർഗിനിയിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പ്ലാൻ ആദ്യം തയ്യാറാക്കുന്നത്? ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിയൽ സൈസ് വണ്ടി വേണമെന്നുണ്ടായിരുന്നു. റിയൽ സൈസ് 1:1 ആയത്. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ കുറേ നോക്കി, എല്ലാം കാര്യങ്ങളും എല്ലാം എടുത്ത്, അതിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത്, അങ്ങനെ തെർമോക്കോളിലും പുട്ടിയിലും ആദ്യം ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയത്. തെർമോക്കോളിലും പുട്ടിയിലും എടുത്തിട്ട് പിന്നെ നമുക്ക് ഫൈബർ ബോഡി വേണം. മെറ്റലിൽ ഒരുപാട് കോസ്റ്റ് ആവും നമുക്ക്. അപ്പോൾ തെർമോക്കോൾ ചെത്തി ഇതിൻ്റെ എല്ലാം ഷേപ്പ് ആക്കിയിട്ട് ഫൈബറിൻ്റെ മോൾഡ് എടുത്ത്, മോൾഡിൽ നിന്ന് ബോഡി എടുത്ത്, പിന്നെ ആ ബോഡി വെച്ചിട്ട് നമ്മൾ ചേസ് ഉണ്ടാക്കി. എഞ്ചിനും കാര്യങ്ങളും എല്ലാം സ്ക്രാപ്പ് ചെയ്യുന്നത് ഹുറാക്കാൻ LP6104 എന്ന് പറയുന്നൊരു മോഡലാണ്. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് ആരംഭിക്കുന്നത്? എന്തൊക്കെയാണ് ആദ്യം കളക്ട് ചെയ്ത് തുടങ്ങുന്നത്? ആദ്യം കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ തെർമോക്കോളാണ് ഇവിടെ ഹരിപ്പാട് ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് തെർമോക്കോളാണ് ആദ്യം നമുക്ക് വേണ്ട സൈസിൽ, നമുക്ക് വേണ്ട ഡയമെൻഷനിൽ ആദ്യം പറഞ്ഞു. പിന്നെ തെർമോക്കോൾ ഒരു ബോക്സിൻ്റെ മണ്ടയിൽ അടുക്കി വെച്ചിട്ട് ഇവിടെ മുതൽ അവിടം വരെ അടുക്കി വെച്ചിട്ട് അതിനെ ചെത്തി ഷേപ്പാക്കി അതിൻ്റെ മണ്ടയ്ക്ക് പുട്ടിയിട്ട് ഈ ലൈനും കാര്യങ്ങളും എല്ലാം എടുത്ത്, ആ ലൈനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഫൈബർ ചെയ്തെടുത്ത ബോഡി. അപ്പോൾ ഇതിന്റെ രൂപം അല്ലെങ്കിൽ ബോഡി തയ്യാറാക്കാൻ അപ്പോൾ അതിന്റെ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ശരിക്കും എങ്ങനെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ എവിടെന്നെങ്കിലും? ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഫോട്ടോ നോക്കിയിട്ടാണ് ചെയ്യാറ്. പിന്നെ കുറേ പേരുണ്ടാക്കിയതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് ചെയ്തെടുത്തത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോൾഡാണ് നമ്മൾ ആദ്യം എടുത്തത്. മോൾഡ് എടുത്ത് കഴിഞ്ഞിട്ട് മോൾഡ് ചെയ്യുന്ന ബോഡി എടുത്തത്. ബോഡി എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ചേസ് പണിയുമായിരുന്നു. ചേസ് പണിഞ്ഞ് എഞ്ചിനെല്ലാം എടുത്ത്, ഫ്രണ്ട് എഞ്ചിനാണ് വരുന്നത്. പക്ഷെ എഞ്ചിന് വേണ്ട പാർട്സ് കളക്ട് ചെയ്യാൻ എല്ലാം സ്ക്രാപ്പിൽ നിന്ന് എടുത്തത്. സ്ക്രാപ്പിൽ നിന്ന് എടുത്ത്, പക്ഷെ നമ്മളത് ബാക്കിൽ പോയ സമയത്ത് കുറെ ഓൾട്ടറേഷൻ വർക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഗിയർ ഇടാൻ പറ്റത്തില്ല ബാക്കിൽ പോകുമ്പോൾ. പിന്നെ ആക്സിലേറ്റർ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ ഓൾട്ടറേഷൻ വർക്ക് ചെയ്തിട്ടാ എഞ്ചിന്റെ കുറെ പാർട്സ് ഫോർഡിന്റെ ആണല്ലേ? ഫോർഡിന്റെ ഏത് വാഹനത്തിന്? ഐക്കണിന്റെ ആണല്ലേ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ, ഈ എഞ്ചിന്റെ പ്രോസസ് കളക്ട് ചെയ്യാനും പിന്നെ ഇതിന്റെ ഒരു ടോട്ടൽ ഒരു ചെലവ് എത്ര രൂപ വന്നു? ചെലവ് ഒരു 4-5 ലക്ഷമായി. 4 ലക്ഷമായി. അപ്പോൾ ഒരു മൊത്തം ഒരു എത്ര സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു? ഒരു 4 വർഷത്തോളം ഇതിന്റെ പുറയിലായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, പെയിന്റിങ്ങും പുട്ടി വർക്കും ഒക്കെ ബാക്കി. ഇപ്പോഴും ബിടെക്കിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ വണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെ അതിനെ ബാലൻസ് ചെയ്തു? സ്റ്റഡീസും ഒപ്പം ഇതിനു വേണ്ടി നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ആ ഒരു ബാലൻസിങ് എങ്ങനെ സംഭവിച്ചത്? അപ്പം ഞായറാഴ്ച ദിവസങ്ങളെ കൂടുതലും കിട്ടാറ്, പിന്നെ ശനിയാഴ്ച ചിലപ്പോൾ കിട്ടാറുണ്ട്, റയറായിട്ട് കിട്ടാറുണ്ട്. ആ സമയത്ത് കിട്ടുന്ന ഫ്രീ ടൈം മുഴുവൻ ഈ 4 വർഷത്തിനിടയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് തന്നെ. അപ്പൊ രാവിലെ തൊട്ടിരിക്കും, രാത്രി ചിലപ്പോൾ ഒരു 8 മണി 9 മണി 10 മണി വരെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് എന്താണ് പറഞ്ഞത്? അച്ഛനും അമ്മയും അങ്ങനെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് സപ്പോർട്ടായിരുന്നു. ആദ്യം ഒരു ജീപ്പ് ഉണ്ടാക്കി, അത് സക്സസ് ആയതുകൊണ്ട് പിന്നെ അവരും വലിയ കുഴപ്പമില്ലായിരുന്നു. സാധിച്ചെടുക്കുമെന്ന് ഉറപ്പായിരുന്നു. എല്ലാവർക്കും ലംബോർഗിനി എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഒരുപാട് പേര് കാണാൻ വരികയും ഫോട്ടോ എടുക്കാൻ വരികയൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതലും സ്കൂൾ പിള്ളേരാണ് വരുന്നത്. അടുത്തൊരു സ്കൂളുണ്ട്, അപ്പോൾ സ്കൂളിൽ നിന്ന് എല്ലാവരും ദിവസവും കാണാൻ വരും. ഇപ്പോൾ ലംബോർഗിനി ഹുറാക്കൻ്റെ മാതൃകയിലാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ആ വാഹനവുമായിട്ട് എത്രത്തോളം സിമിലാരിറ്റി ഈ വണ്ടിക്കുണ്ട് എന്ന് പറയാൻ പറ്റും? അങ്ങനെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് വണ്ടിക്കുള്ളത്? സിമിലാരിറ്റീസ് അതിനകത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമുക്ക്?
അതിന്റെ എല്ലാം ഇത് റിയൽ സൈസാണ് വരുന്നത്. ആ. റിയൽ സൈസ് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഹെഡ്ലൈറ്റ് തൊട്ട് തുടങ്ങുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് റിയൽ സൈസിന് 3D പ്രിന്റ് ചെയ്തിരിക്കുക. 3D പ്രിന്റ് ചെയ്തതിനകത്ത് DRL കയറ്റി. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് വരുന്നത് റിയൽ സൈസിന്റെ തന്നെ, അതും 3D പ്രിന്റാ. അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ ഉണ്ടാക്കിയെടുത്ത് അത് PLA എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ നമ്മൾ വന്നിട്ട് അതും 3D പ്രിന്റാ. അതേ മാതൃക സെയിം അളവാ. അതുപോലെ തന്നെ AC വെന്റ് എല്ലാം ഈ ലംബോർഗിനി എഴുതിയിരിക്കുന്നത് ലേസർ കട്ടാ. അത് കട്ട് ചെയ്തെടുത്ത. ശരിക്കും നമുക്ക് ഈ വാഹനം റോഡിൽ ഇറക്കാൻ പറ്റില്ല, ഓടിക്കാൻ പറ്റില്ല. ഇത് ആരമൊരു സ്വപ്നത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. ശരിക്കും ഈ വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ്? എത്ര ദൂരം വരെ ഈ വണ്ടിയുമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത്? ആരോമൽ ഇത് ഉണ്ടാക്കിയ ഒരാളെന്ന നിലയിൽ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? ഉണ്ടാക്കിയ രീതിയിലാണെങ്കിൽ അപ്പം നമ്മൾ അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് മാറ്റേണ്ടി വരും. ഇപ്പം ചേസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അപ്പം നമ്മൾ അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് C ചാനൽ പോലുള്ള മെറ്റീരിയൽസ് C ചാനൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ പോലും ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടില്ല കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. അപ്പം പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലോവർ ആം, അപ്പർ ആം, സസ്പെൻഷൻ, അതെല്ലാം നമ്മൾ കസ്റ്റം ചെയ്തെടുക്കുക. അത് നമ്മൾ കൊല്ലത്ത് നിന്നാണ് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. ഇപ്പം നമുക്ക് വന്നിട്ട് 1.3 ലിറ്ററിന്റെ ഫോർഡിന്റെ എഞ്ചിനാണ്. ഇപ്പം നമ്മുടെ ചേസ് പിന്നെ വലിയ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ടോർക്കും പവറും ഇതിന് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഗിയർ ഇട്ട് എടുത്താൽ തന്നെ വണ്ടി പറക്കുമോ. ഫുള്ള് ഈ വണ്ടിയുടെ പണിയെല്ലാം പൂർത്തിയാക്കി ഇതിനൊരു പൂർണ്ണ രൂപത്തിൽ എത്തിച്ചപ്പോൾ എന്തായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ഇത് ജീപ്പിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് അത് ചെയ്തത്. ഒരുപാട് ആക്സിഡൻസ് ഉണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെയൊക്കെ കുറേ നാളായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോഴത്തെ ഈ ലംബോർഗിനി. അവൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണിതെന്ന് തന്നെ പറയാം. നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അവൻ ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷം. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു ത്രില്ലുണ്ട് ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാക്കുന്നതിൻ്റെ. അങ്ങനെ പല പല വണ്ടിയും കളക്ട് ചെയ്തു, അങ്ങനെ ജീപ്പ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ലംബോർഗിനിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മളതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഡ്രീം എന്ന് വെച്ചാൽ എനിക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവണമെന്നാണ് ഡ്രീം. വണ്ടി ഡിസൈൻ ചെയ്യുക, പുതിയ വണ്ടികൾ പുറത്തിറക്കുക, അതാണ് ഡ്രീം.